മലയാള സിനിമയിലെ നിരവധി സൂപ്പർ ഹിറ്റുകൾ പിറന്ന നമ്മുടെ സ്വന്തം ബ്രദേഴ്സ് ഹോട്ടലിലേക്ക് സ്വാഗതം. അപ്പോൾ തുടങ്ങാം. നല്ല കുറച്ച് ഫുഡ് കഴിക്കണം, പിന്നെ അല്ലാതെ കുറച്ച് ചില പരിപാടികളുണ്ട്. വാ. ചലച്ചിത്ര ലോകത്തെ ഒരുവിധം ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെയുണ്ട്. നമ്മളെ പപ്പുച്ചേട്ടൻ പണ്ട് താമസിച്ച പോയി എഴുതിയ ഒരു കുറിപ്പാണ്. ആ ക്ലിപ്പ് എടുത്തിട്ട് അവർ ഒരു ഫയൽ ചെയ്തിട്ട് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കുകയാണ്. അപ്പം ഇതിലെല്ലാവരും എഴുതിയേക്കുന്നത് ഒരു കുടുംബത്തെ പോലെയാണ്. അതായത് സിനിമാ ലോകത്തിൻ്റെ ഒരു വീട് തന്നെയാണ് നമ്മുടെ ബ്രദേഴ്സ് ഹോട്ടൽ. അങ്ങോട്ടും കൂടുതൽ ഫോട്ടോസും ഉണ്ട്. കാരണം ഇവിടെ വന്ന് താമസിച്ച ആൾക്കാർ അല്ലെങ്കിൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച സിനിമാ ലോകത്ത് ഒട്ടുമിക്ക ആൾക്കാരെല്ലാവരും ചിത്രങ്ങളെല്ലാം തന്നെ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. പച്ചോടെ എന്നാണ്ട്? നമസ്കാരം. സുഖം. വല്ല സിനിമ പ്രൊസീജർ നടക്കുന്നുണ്ടോ? എന്തെങ്കിലും സിനിമയുടെ ഇപ്പൊ നടക്കുന്നത് ഫാസിൽ സാറുണ്ട്, മറ്റേ നമ്മുടെ മധുമൂട്ടോ ഇല്ലേ, മധുമാഷും അവർ കുറച്ചായിട്ട് ഒരു പുതിയൊരു പ്രൊജക്ടിന്റെ പണിയിലാണ്. കാണാൻ പറ്റുമോ? നോക്കാം, പരിശ്രമിച്ചു നോക്കാട്ടോ. ഇതാണ് പരീക്ഷയും പറഞ്ഞ 19 ഈ റൂമിലാണ് സാറിന്റെ മലയാള സിനിമയിലെ പല എവർക്ലാസ് ചിത്രങ്ങളും പിറന്നത് ഈ 1-ാം നിലയിലെ 19 നമ്പർ റൂമിൽ നിന്നാണ്. ഫാസ്റ്റാർ തന്നെ അനിയത്തി പ്രാവ്, അതുപോലെ തന്നെ ഏറ്റവും വലിയ എവർക്ലാസ് ചിത്രമായ മണിച്ചിത്രത്താഴ്, ഇതെല്ലാം പിറന്നത് റൂം നമ്പർ 19 നിന്നാണ്. അങ്ങനെ ബ്രദേഴ്സ് സിനിമാക്കാരുടെ വീട് എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും റാഞ്ചി റാവുലേ നമ്മുടെ മുകേഷ് എന്ന കസറിയ സ്ഥലമാണിത്. അതായത് കമ്പിളി പുതപ്പ് എന്നുള്ള ഡയലോഗ് ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ സ്ഥലം കുറച്ച് മാറിപ്പോയിട്ടോ, കുറച്ച് ഹൈറ്റൊക്കെ വന്നു, റിസപ്ഷൻ ജസ്റ്റ് വന്ന് മാറിയിട്ടുണ്ട്. ഓ അവരെത്തിയിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്? സുഖം തന്നെ. നമ്മൾ ലേശം താറാവ് കഴിക്കേണ്ടി വന്നതാ. താറാവ് താറാവിനെ പറ്റി കേട്ടോ? കേട്ട് വന്നതാ. ഞങ്ങളുടെയൊക്കെ ബന്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നോക്കത്താ ദൂരത്ത് കണ്ടെന്നിട്ട് 1983 മുതലുള്ള ബന്ധമാണ്. അതിങ്ങനെ അനുദിനം ഈ താറാവും പിന്നെ സ്പെഷ്യൽ ഊണും വളരെ ഫേമസ് ആണ്. എന്താ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം? അയ്യോ, എനിക്ക് താറാവ് ഭയങ്കര ഇഷ്ടമല്ലേ. താറാവ് സ്പെഷ്യൽ സാധനമല്ലേ. മധുമാഷിക്കോ? താറാവാണോ? ഞങ്ങൾ ഇവിടുത്തെ എല്ലാം കഴിക്കും. ആദ്യം രാവിലെ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ റൂമിലെത്തിയിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ കടിഞ്ചായ എത്തും. കടിഞ്ചായ കൊണ്ടാണ് സ്റ്റാർട്ടറാണ്. ആ സ്റ്റാർട്ടറിൽ നിന്നാണ് നമ്മുടെ തുടക്കം. വേറെ ഹോട്ടലുകളിൽ താമസിക്കുന്ന ഇപ്പോൾ ആർട്ടിസ്റ്റ് റഹ്മാൻ, ബിജു മേനോൻ, ഈവൻ സുരേഷ് ഗോപി ഒരു ദിവസം ഞാൻ ഇറങ്ങി വരുമ്പോൾ പിന്നെ സുരേഷ് ഗോപി അകത്ത് ഊണ് കഴിക്കാൻ കയറിയിരിക്കുന്നു. അപ്പം ഞാൻ വന്ന് കയറിയോ ഇരുന്നോന്ന് ചോദിച്ചു. ഇതേ ഇരിക്കാൻ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പം എന്നാ സുരേഷ് ഗോപി എടുത്ത് ചോദിച്ച്, നരേന്ദ്രമോദി ഇവിടെ നിൽക്കുന്നു, നരേന്ദ്രമോദി സുരേഷിനെ കാണാൻ അങ്ങോട്ട് വരണോ അതോ സുരേഷ് ഇങ്ങോട്ട് വന്നു? അങ്ങനെ പലർക്കും വളരെ ഇതായിട്ടുള്ള സംഭവങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പം ബ്രദേഴ്സിനെ പറ്റി ഒരുപാട് പൊക്കി പറയാനുള്ള എനിക്ക് ഒരു വലിയ സങ്കടമുണ്ട്. സങ്കടം എന്താ? ബ്രദേഴ്സിൽ നിന്നും ഇതുവരെ എനിക്ക് ഓണസദ്യ കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് പരിഹാരം ഓണസദ്യ കേട്ടിട്ടുണ്ട്. ഓണം നമുക്ക് ഇവിടെ പെട്ടിരിക്കുക ഫാദിക കാരണം. ഫാദിക ഇന്റർവ്യൂ പറഞ്ഞല്ലോ 10% ഡിസ്കൗണ്ട് കിട്ടും എന്റെ പേര് പറഞ്ഞാൽ മതി. ഫാദിക അത് കേട്ടിട്ട് ഇപ്പൊ കുറെ പേര് വന്നു പോലും. സിനിമാക്കാർക്ക് മാത്രമല്ല സാധാരണ ആൾക്കാർ ആലപ്പുഴയ്ക്ക് ട്രിവാൻഡ്രം പോകേണ്ട ബൈപ്പാസ് ഉണ്ട്. അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നവര് ഈ ബൈപ്പാസിൽ കയറാതെ ഇതുവഴി തന്നെ വരും. അത് ബ്രദേഴ്സിലെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് ബ്രദേഴ്സ്. അപ്പൊ എന്തായാലും സന്തോഷം എന്തായാലും കണ്ടത്. ഓക്കെ മാഷ. ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്ത ഓണത്തിന്
നമ്മുടെ ദിലീപാന്റെ ക്ലിപ്പ് ഉണ്ടായിരുന്നില്ലേ, പഴംപൊരിയും ബീഫ് എന്നുള്ള ക്ലിപ്പ്, അതും ഭയങ്കര വൈറലാണ്. അന്ന് ഇവർ മുമ്പ് മിമിക്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ സ്ഥിരം ഇവരുടെ ഒരു ഗ്രൂപ്പ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവരുടെ ഒരു കോംബോ ആയിരുന്നു ഈ പഴംപൊരിയും ബീഫും. അത് അവര് കണ്ടെത്തിയ കോംബോ, അവര് കണ്ടെത്തിയ കോംബോ, നമ്മൾ കണ്ടെത്തിയല്ല, സംഗതി വൈറലായി. അല്ലല്ല, അതങ്ങനെ വൈറലായി. അതെ, നമ്മുടെ താറാവ് കറിയാണ് ഇവിടെ കുറച്ച് ഫേമസ് ആയിട്ടുള്ളത്. താറാവിന്റെ പുറകിലൊരു കഥയുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ പി സുകുമാറുണ്ട്, നമ്മുടെ ക്യാമറമാൻ. പി സുകുമാറും മുമ്പ് നമുക്കിവിടെ താറാവ് മെനുവിൽ ഇല്ലാത്ത ഒരു ഐറ്റം ആയിരുന്നു. അപ്പോൾ സുകുമാറാണ് ഒരു ദിവസം കുട്ടനാട്ടിൽ നിന്ന് വരുന്ന വഴി താറാവിനെ കൊണ്ടുവന്നത്. പുള്ളി തന്നെ കിച്ചണിൽ കയറി ഈ പ്രിപ്പറേഷനൊക്കെ ഇത് ചെയ്തിട്ട് സുകുമാർ തന്നെയാണ് പറഞ്ഞത് നമുക്ക് താറാവ് നമുക്കിവിടെ ഒരു ഐറ്റം ആക്കാമെന്ന് പറഞ്ഞിട്ട് സുകുമാറാണ് താറാവ് ഇവിടെ ഇത് ലോഞ്ച് ചെയ്തത്. നമ്മൾ ഫാസിൽ സാറെ അതുപോലെ തന്നെ മധുമാഷയും കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മൾ അപ്പവും പുട്ടൊക്കെ തീർന്നു പോയി. അപ്പോൾ ഈ ഉച്ചയൂണിൻ്റെ സമയമായി പോയി. അപ്പോൾ അതിൻ്റെ ഉച്ചയൂണ് കഴിക്കാം. നല്ല തേങ്ങരച്ച മീൻ കറി ഇങ്ങനെ കുഴച്ച് നല്ല ചൂട് ചോറാട്ടോ. താറാവ് റോസ്റ്റ്, ഒരുപാട് ചരിത്രമുള്ള താറാവ് റോസ്റ്റാണ് ബ്രദേഴ്സിൻ്റെത്. ഉറപ്പൻ ഒരു തവണ കഴിക്കുന്നവർ വീണ്ടും വീണ്ടും വരുന്നത് എന്താ വെച്ചാലേ അമ്മാതിരി ടേസ്റ്റ് ആട്ടോ ഫുഡിന്. സംഗതി തകർത്തു. മൺചിത്ര താവിൻ്റെ പുതിയ വേർഷൻ 4K അറ്റ്മോസ്ഫിയർ സാധനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 2024 ജൂലൈയിൽ ഇറങ്ങുന്നതായാലും ഉറപ്പാണ്. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചർച്ചകൾ എന്തൊക്കെയാണ് നടക്കുന്നത് തോന്നുന്നു അവിടെ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതിലേക്കും ടാറ്റാ ബൈ.